മദ്യലഹരിയിൽ ട്രെയിൻ യാത്രക്കാരനായ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പാലക്കാട് വാണിയംകുളം സ്വദേശിയായ ജിഷ്ണുവിനാണ് പരിക്കേറ്റത്. എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ട്രെയിനിൽ നിലത്തുകിടന്നിരുന്ന ആൾ ആക്രമിക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പാലക്കാട് വാണിയംകുളം സ്വദേശിയായ ജിഷ്ണുവിനാണ് ട്രെയിനിൽ വെച്ച് പരിക്കേറ്റത്. എറണാകുളം കാരയ്ക്കൽ ട്രെയിനിലാണ് ജിഷ്ണു എറണാകുളത്ത് നിന്നും ഒറ്റപ്പാലത്തെ വീട്ടിലേക്ക് പോകവേ ഈ പരിക്കേൽക്കുന്നത്. ഇയാൾ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ മദ്യപിച്ച് ഒരാൾ ലക്കുകെട്ട രീതിയിൽ ട്രെയിനിലെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ജിഷ്ണുവിന് സീറ്റ് കിട്ടിയതിനാൽ തന്നെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ലഗേജ് എടുത്ത് പുറത്തേക്കിറങ്ങുന്ന വഴിയാണ് ഈ മദ്യപിച്ച് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ആളുടെ ദേഹത്ത് തട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് അയാൾ കത്തിയെടുത്ത് ജിഷ്ണുവിൻ്റെ കാലിന് നേരെ ആക്രമിക്കുന്നത്. ജിഷ്ണുവിൻ്റെ കാലിന് വലിയ രീതിയിൽ മുറിവേറ്റു. തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. 35ഓളം സ്റ്റിച്ചുകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ സഹയാത്രികരും മറ്റുമൊക്കെയാണ് ജിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി റെയിൽവേ അധികൃതരെയും മറ്റുമൊക്കെ വിളിച്ചു വരുത്തുകയും ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള 54 വയസ്സുകാരനായ വീരമണിയാണ് ഈ ഒരു കൃത്യം നടത്തിയത്. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരിയായ സ്ത്രീക്കും ചെറിയ തോതിൽ പരിക്കേൽക്കുകയുണ്ടായി. എന്തായാലും ട്രെയിനിൽ ഇത്തരത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട രീതിയിൽ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ വലിയ കുറ്റകരമായ കാര്യമാണ്. അപ്പോൾ മറ്റൊരാളെ യാത്രികനെ ആക്രമിക്കുക കൂടി ചെയ്തതിനാൽ റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്യാമപ്രസാദ് തമ്മൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.